ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് എത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമാണ്. ആർക്കും വലിയ താല്പര്യമില്ല, സമയമില്ല. എല്ലാവരും ബിസി ലൈഫിൽ വളരെ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് വെച്ച് പറയുകയാണ്, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരു ഹാഫ് ആൻ അവറെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഒരു മാറ്റങ്ങളെക്കുറിച്ച് എനിക്ക് വർണ്ണിക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ന് വെച്ച് നമുക്ക് അസുഖം വരില്ല എന്നോ അല്ലെങ്കിൽ നമ്മൾ മരണപ്പെടില്ല എന്ന് അങ്ങനെയൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ നമുക്കുണ്ടാകുന്നൊരു ഊർജ്ജം അല്ലെങ്കിൽ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടല്ലോ, അത് വളരെ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിത്തിൻ 2 days 3 days നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇപ്പോൾ വളരെ ലാഗായിട്ടിരിക്കുന്ന പിള്ളേർ, മീൻസ് ഇത് സ്പെഷ്യലി ഞാൻ ബാച്ചിലേഴ്സ് എന്ന് പറയുന്നില്ല, ഈവൻ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഏജ്ഡായിട്ടുള്ള ആൾക്കാരൊക്കെ എക്സസൈസ് കണ്ടിന്യൂഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ നല്ലതാണ്. മീൻസ് നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ നല്ലതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യഥാർത്ഥ അനുഭവം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ മറ്റുള്ള ആൾ പറയുമ്പോഴൊന്നും നിങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. നോർമലി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ആരും ഉൾക്കൊള്ളാൻ വലിയ താല്പര്യരല്ല. അത് നമ്മുടെ മനുഷ്യന്മാരൊരു പ്രത്യേകതയാണ്, ഈവൻ സ്പെഷ്യലി മലയാളികളെ. അപ്പം ഞാനിത് ഹാർഡായിട്ട് നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യണം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഇതിപ്പോൾ മൊത്തത്തിൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ജമ്പിങ് സംഭവങ്ങളൊക്കെ നിങ്ങളൊരു 30+ അല്ലെങ്കിൽ 25 3 times ആയിട്ട് ചെയ്യുക. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളൊരു 15+3 ആയിട്ട് ചെയ്താൽ മതി. സത്യം പറയാലോ, വളരെ ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ എന്തായാലും ഇതിനൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ആരാണത് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ ട്രൈ ചെയ്തതിന് ശേഷം എനിക്കൊന്ന് ജസ്റ്റ് പേഴ്സണലോ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ വന്നിട്ട് കമൻറ്റ് ചെയ്യും നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ പറഞ്ഞതിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ പേരെടുത്ത് പറയാൻ ഞാൻ വലിയ ട്രെയിനറോ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ബട്ട് ഈ സംഭവം ഞാൻ ഏകദേശം ഒരു 20 years ആയിട്ട് ഞാൻ കണ്ടിന്യൂഷൻ നടത്തുന്ന സംഭവമാണ്. അപ്പോൾ ഞാനിപ്പോൾ എങ്ങോട്ട് എൻ്റെ ഡെസ്റ്റിനേഷൻ മാറിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ഞാൻ അതിനായിട്ട് സമയം കണ്ടെത്തും. ഇതിപ്പോൾ ഈവൻ എൻ്റെ ബിസി ലൈഫാണെങ്കിലും മേ ബി ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ നമ്മൾ ബിസിയിലോട്ട് പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഇതിനുമായിട്ടുള്ള സമയം ഞാൻ കണ്ടെത്താറുണ്ട്. ഇതെന്തോ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ബാത്റൂമിൽ പോവുക, അങ്ങനെയൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ് എനിക്ക് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഈവൻ ആരെയൊക്കെ ക്ലോസ് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നമ്മുടെ ഫാമിലീസ് ആരെയൊക്കെ എല്ലാവരുടെ അടുത്തും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് എക്സസൈസിൻ്റെ കാര്യം. ഇപ്പോൾ ഇച്ചിരി വണ്ണുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, നീ എക്സസൈസ് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി കംഫർട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ച് വണ്ണുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ഡയറ്റ് ചെയ്യാനോ അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ നോർമലി ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്തൊക്കെയോ എടുക്കുന്നുണ്ടോ ആ സംഭവങ്ങളൊക്കെ എടുക്കാം, ഈവൻ വണ്ണുള്ള ആൾക്കാരാണെങ്കിൽ. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹാഫ് ആൻ അവർ എങ്കിലും മിനിമം അറ്റ്ലീസ്റ്റ് ജോഗ് ചെയ്യാനുള്ളൊരു ടൈമെങ്കിലും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നങ്ങളുണ്ടാവില്ല. ഇത് നമ്മൾ ഒന്നും ചെയ്യില്ല, നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, അസുഖങ്ങളും വരുത്തും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ അതിന് അസുഖമൊക്കെ വരുത്താണ്ട് നോക്കുന്നതല്ലേ നല്ലത്, ഈവൻ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ. അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കഴിയുന്ന ഒരു അറ്റ്ലീസ്റ്റ് ഒരു 15 minutes നമ്മുടെ ബോഡി ഒന്ന് സ്വെറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് കണ്ടിട്ട് ഇതിനൊരു ചെറിയൊരു മോട്ടിവേഷനെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഈവൻ 2K kids ആയാലും ശരി, 90 kids, 80 kids, ഹൂവർ ആർക്കൊക്കെയാണോ ഇതിനോട് താല്പര്യമുള്ള അവരെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കും ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതൊക്കെ നാച്ചുറൽ എക്സസൈസാണ്. ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകാനൊക്കെ ചില ആളുകൾക്ക് ഭയങ്കര മടിയായിരിക്കും. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. പക്ഷേ ഈ നോർമൽ എക്സസൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു ബോറിങ്ങോ അല്ലെങ്കിൽ ഒരു ലേസിനെസ് ഒന്നും വരാൻ ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതേ ഒരു ഫീലായിരിക്കും കിട്ടുന്നുണ്ടാവുക. പിന്നീട് ഞാൻ നേരെ പോയത് കിച്ചണിലോട്ടായിരുന്നു. അപ്പം കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു വയറ്റിലാക്കാൻ വേണ്ടിയിട്ട്, അതെല്ലാം വയറ്റിലോട്ടാക്കി. അപ്പം ഞാൻ എല്ലാവരോടും സ്ട്രോങ്ലി റെക്കമെൻഡ് ടു ഈച്ച് ആൻഡ് എവരി വൺ, സോ ഡു ഫോർ ദ സെയിം തിങ് ഇഫ് യു ക്യാൻ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും വരുന്നുണ്ടാവാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ടേക്ക് കെയർ. കീപ്പ് ഓൺ ട്രൈ.